അനുകൂലമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ശ്രേഷ്ഠമായ ദൈവവചനം നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് അവസരം നൽകിയ സർവകൃപാലുവായ ദൈവത്തിനു ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി ഈ വേദ പഠന ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുന്ന മലയാളം TV അതിൻ്റെ ചുമതലക്കാരെ ഓർത്തും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രസംഗം എന്നുള്ള നിലയിൽ കരുതപ്പെടുന്ന ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഈ പ്രഭാഷണം നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ വേദ പഠനത്തിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ളതായ വേദഭാഗങ്ങൾ. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചേട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. നാം ഈ പഠിക്കുന്ന അല്ലെങ്കിൽ പഠന വിഷയമാക്കിയിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു വേദഭാഗമാണ്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൻ്റെ അന്തസത്ത ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് അല്പം വിശദമായി ഈ ഒരു ഭാഗം കവർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മിക്കവാറും 2 ക്ലാസ്സുകളിലായിട്ട് ഈ ഭാഗം അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വായിച്ചു കേട്ടതായ ഈ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധാർമ്മിക തത്വശാസ്ത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ പുതിയ അർത്ഥത്തിൽ, പുതിയ ഭാവത്തിൽ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു ഭാഗമായിട്ടാണ്, അതിലെ 5-ാമത്തെ വിഷയമായിട്ടാണ് ഈ പകരം വീട്ടുക അല്ലെങ്കിൽ റിറ്റാലിയേഷൻ എന്ന് പറയുന്ന വിഷയം നാം കാണുന്നത്. പ്രതികാര മനോഭാവം എന്നുള്ളതാണ്. പ്രതികാര മനോഭാവം. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ പ്രതികാര മനോഭാവം എന്ന് പറയുന്നത് അതിന് മനുഷ്യോൽപത്തിയോളം തന്നെ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. നാം ആദ്യ മനുഷ്യൻ്റെ കുടുംബത്തിലേക്ക് നാം നോക്കിയാൽ കൽപ്പനാ ലംഘനത്തോടുകൂടി ആദമും ഹൗവയും ഏദൻ തോട്ടത്തിന് പുറത്തിറങ്ങുന്നു. എന്നാൽ അതിനുശേഷം അവിടെ ആ ഭവനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്നത് ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ കാര്യം നാം പഠിക്കുമ്പോൾ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. കായേനും ഹാബേലും യാഗം കഴിക്കുവാൻ പോകുമ്പോൾ കായേൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിനോട് കായേന് അനിഷ്ടം തോന്നി, അവനോട് വെറുപ്പ് തോന്നി, വിദ്വേഷം തോന്നി. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടോ ഒരു പ്രതികാര അഗ്നി കായേനിൽ വളർന്നു വരികയാണ്. അതവൻ്റെ സ്വന്തം സഹോദരനെ കൊല്ലുന്ന നിലവാരത്തിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവനെ ഉപദ്രവിക്കുന്നവനോട് തിരിച്ചുപദ്രവിക്കുക, ഒരു മനുഷ്യനെ അടിക്കുന്നവനെ തിരിച്ചടിക്കുക, ഇങ്ങനെയുള്ളതായ ഒരു പ്രതികാര മനോഭാവം മനുഷ്യ സഹജമായി തന്നെ മനുഷ്യനിലുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ വേദഭാഗത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുമ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പഴയ നിയമത്തിൽ മോശയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കേവലം ചില വാക്കുകൾ മാത്രം അല്ലെങ്കിൽ കേവലം 1-2 ഭാഗങ്ങൾ മാത്രം എടുത്താണ് കർത്താവ് പറയുന്നത്. ഇത് മാത്രമല്ല ഇതിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം.
ഞാൻ നിങ്ങൾക്ക് ആ വേദഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ 38-ാം വാക്യത്തിലാണ് നാം ഇങ്ങനെ കാണുന്നു: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതായ പ്രയോഗം. ഇത് പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ഇംഗ്ലീഷ് ബൈബിളിൽ 21, മലയാളം ബൈബിളിൽ 21-ാമത്തെ വാക്യമിൽ 20 കൊണ്ട് അത് അവസാനിക്കുകയാണ്. 19-ാം അധ്യായം 20-ാം വാക്യം, അതിൻ്റെ അവസാന വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിനക്ക് കനിവ് തോന്നരുത്, ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. ഓർക്കണം, കർത്താവിടെ പറഞ്ഞെടുത്ത് കാലും മറ്റു കൈയും ഒന്നും വരുന്നില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അത്രയും പറഞ്ഞ് കർത്താവ് ആ ഭാഗം അവരുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ വേണ്ടി വായിച്ചത് ആവർത്തന പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യമാണ്, 20-ാം വാക്യമാണ്. രണ്ടാമത് നാം പഴയ നിയമത്തിൽ കാണുന്ന പ്രയോഗം പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം കാണാം: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇവിടെ കർത്താവ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഈ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 24-ഉം 25-ലും കാണുവാൻ കഴിയും. ഇതും പ്രതികാരത്തോടുള്ള ബന്ധത്തിലാണ് കാണുന്നത്. അപ്പോൾ എന്ത് ഒരുത്തന് കിട്ടിയോ, ഒരുത്തൻ്റെ ശരീരം പൊള്ളിച്ചെങ്കിൽ അവൻ്റെ ശരീരം പൊള്ളിച്ചവനെ തിരിച്ചു പൊള്ളിക്കുക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരുത്തനെ അടിച്ചെങ്കിൽ മറ്റവനെ തിരിച്ചടിക്കുക എന്നുള്ള നിലയിൽ, ഒരുത്തൻ്റെ കാലിന് ഉപദ്രവം ഉണ്ടാക്കിയെങ്കിൽ അപരൻ്റെ കാലിന് ഉപദ്രവം ഉണ്ടാക്കുക, ഒരുത്തൻ്റെ കൈക്ക് ഉപദ്രവം ഉണ്ടാക്കിയെങ്കിൽ അപരൻ്റെ കൈക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതായ നിലയിൽ. അടുത്തതായിട്ട് ലേവ്യ പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെ അവൻ മറ്റേവന് കേട് വരുത്തിയതുപോലെ കൊടുക്കണം. അപ്പോൾ ഒരുത്തന് കേട് വരുത്തിയതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുവന് ഇവിടെ നമ്മൾ മറ്റ് ഭാഗങ്ങളിൽ കാണാത്ത ചില കാര്യങ്ങൾ കാണാം. അതിങ്ങനെയാണ്: ഒടിവിന് പകരം ഒടിവ്. ഒരുത്തൻ്റെ കാലോ കയ്യോ ഒടിച്ചെങ്കിൽ മറ്റവൻ്റെയും കാലോ കയ്യോ ഒടിക്കുക എന്നുള്ള നിലയിലാണ്. ഞാൻ ഈ വായിച്ചതായ ഭാഗങ്ങളെല്ലാം തന്നെ പ്രതികാരം ചെയ്യാനുള്ളതായ അനുവാദം കൊടുക്കുന്ന ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭാഗം നാം പഠിക്കുമ്പോൾ പഴയ നിയമം എത്ര കഠിനമാണ് എന്ന് നമുക്ക് തോന്നും. ശരിയാണ്, പഴയ നിയമം കഠിനമാണ്. എന്നാൽ ഈ കഠിനമായ ഈ നിയമസംഹിതയ്ക്കിടയിൽ അനുതാപം തോന്നുന്ന നിലയിൽ, സഹതാപം തോന്നുന്ന നിലയിലുള്ളതായ കൽപ്പനകളും ദൈവം കൊടുത്തിരുന്നു. അതിപ്രകാരമാണ്: നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല്, കൈക്ക് പകരം കയ്യ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ എഴുതിയിരിക്കുകയാണ്: നിന്റെ ശത്രു അവന് വിശക്കുന്നുവെങ്കിൽ, അവൻ ആഹാരമില്ലാതെ അവൻ വിഷമിക്കുന്നെങ്കിൽ, നിന്റെ ശത്രുവാണെങ്കിൽ പോലും അവന് നീ ആഹാരം കൊടുക്കുക. നിന്റെ ശത്രു ദാഹിച്ചു വലയുന്നു, അവന് കുടിക്കുവാൻ വെള്ളമില്ല, നീ അവന് കുടിപ്പാൻ കൊടുക്കണം. അപ്പോൾ കമ്പാഷൻ തോന്നേണ്ട നിലയിൽ, അല്ലെങ്കിൽ സഹതാപം തോന്നേണ്ടതായ നിലയിൽ ഉള്ള കാര്യങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ഭാഗങ്ങളെ പുതിയ നിയമത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുകയാണ് അത് അരുത് എന്നുള്ള നിലയിലാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രീതി, ഈ സ്റ്റൈല് നിങ്ങൾ പുലർത്തരുത് എന്നുള്ള നിലയിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അവിടെ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. ഈ നിയമങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ഈ നിയമങ്ങൾ, അതായത് പ്രതികാരം ചെയ്യാൻ, പകരത്തിന് പകരം ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന ആ വിഷയം നാം പഠിക്കുമ്പോൾ പൗരാണിക കാലത്ത് നിലവിലിരുന്ന മറ്റൊരു നിയമം കൂടെ നിങ്ങൾ ഓർക്കണം. അതായത് അന്ന് ബാബിലോന്യ കാലഘട്ടമായപ്പോൾ
ഹമ്മുറബീസ് കോഡ് എന്ന് പറയുന്ന ഒരു നിയമസംഹിത ഉണ്ടായിരുന്നു, ഹമ്മുറബിയുടെ. അപ്പോൾ ഹമ്മുറബി കോഡ് എന്ന് പറയുന്ന ആ നിയമസംഹിതയിലെ അത് ബാബിലോന്യ രാജാവിൻ്റെ നിയമസംഹിതയാണ്. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ നിയമസംഹിതയിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവർ മനുഷ്യ സമൂഹത്തെ രണ്ട് നിലവാരത്തിൽ തിരിച്ചു, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിനെ മാന്യന്മാർ എന്നുള്ളതായ നിലയിൽ കൊണ്ടുവന്നു, മാന്യന്മാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. അപ്പോൾ മനുഷ്യ സമൂഹത്തെ, മനുഷ്യവർഗത്തെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. ഒന്ന് മാന്യന്മാർ, അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എതിർ നിൽക്കുന്ന ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ തൊഴിലാളികൾ. രണ്ട് ഗ്രൂപ്പാണ്, ഒന്ന് ഉയർന്നവർ, ഒന്ന് താഴ്ന്നവർ. ആ നിലവാരത്തിൽ അവരുടെ തൊഴിലിനോടുള്ള ബന്ധത്തിലൂടെയാണ് അവരെ തരംതിരിവ്. ഈ വിഷയത്തിൽ ഈ രണ്ട് ഗ്രൂപ്പിനും ലഭിച്ചിരുന്ന നീതി എങ്ങനെയുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു തൊഴിലാളി അവൻ്റെ കൈപ്പിഴ കൊണ്ട്, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവൻ്റെ മാന്യനായ യജമാനൻ അവൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, അവൻ്റെ കൈപ്പിഴ കൊണ്ടോ അല്ലെങ്കിൽ അവൻ മനഃപൂർവമായോ എന്തെങ്കിലും കാരണത്താൽ അവൻ്റെ പ്രവൃത്തി കൊണ്ടോ ഈ യജമാനന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ യജമാനൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതുപോലെ തന്നെ അവന് പകരം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളിയുടെ പ്രവൃത്തി കൊണ്ട് യജമാനൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ ഇവൻ്റെ കണ്ണ് തകർക്കുവാനുള്ള അനുവാദം ഈ മാന്യനായ യജമാനന് നൽകിയിരുന്നു. എന്നാൽ അതേസമയം യജമാനൻ്റെ കൈപ്പിഴ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ, ഈ തൊഴിലാളിയുടെ കണ്ണിൻ്റെ കാഴ്ച പോയാൽ അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടാൽ യജമാനൻ്റെ കണ്ണ് തൊടാൻ അനുവാദവുമില്ല. അവന് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നതോ, യജമാനൻ ഒരു മിന അല്ലെങ്കിൽ ഒരു വെള്ളിക്കാശ് ഈ തൊഴിലാളിക്ക് കൊടുത്താൽ മതി. തൊഴിലാളിയുടെ കണ്ണുപോയി, അതിന് പകരം ഒരു വെള്ളിക്കാശ്, ഒരു മിന അവന് പ്രതിഫലം എന്നുള്ള നിലയിൽ കിട്ടും, കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ. ഇതാണ് ഹമ്മുറബി എന്ന് പറയുന്ന ആളിൻ്റെ നിയമസം എന്ന് പറഞ്ഞാൽ. ഇതും പകരത്തിന് പകരം എന്നുള്ള നിലയിലാണ്. അപ്പോൾ മോശെയ നിയമം എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഈ വായിച്ചതായ വേദഭാഗങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. വ്യത്യസ്തങ്ങളായ നിലകളിലുള്ളതായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ശരീരത്തോടുള്ള ബന്ധത്തിൽ, ശരീരത്തെ ഉപദ്രവിക്കുന്നതിനുള്ള ബന്ധത്തിൽ, പീഡിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, ഒരുത്തൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുവാനുള്ളതായ അനുവാദം എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ദൈവം മനുഷ്യന് ഇത്ര കഠിനമായ ഒരു നിയമസംഹിത കൊടുത്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നമുക്കുണ്ടാകും. ദൈവം എന്തൊരു ക്രൂരനാണ്! ഒരുത്തൻ ഒന്ന് യാദൃച്ഛമായ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൈപ്പിഴ കൊണ്ട് മറ്റൊരുത്തൻ ഇങ്ങനെ സംഭവിച്ചാൽ അവൻ്റെയും കണ്ണ് എടുത്തു കളയുക, അപ്പം രണ്ടുപേരും കണ്ണില്ലാത്തവരാകും. അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൈക്ക് ഒടിവ് പറ്റിയാൽ അവൻ്റെ കൈ പിടിച്ചൊടിക്കുക എന്ന് പറയുന്ന ദൈവം, സ്നേഹവാനായ ദൈവം എന്ന് പറയുന്നു. ഇതെന്തൊരു നിയമം, ഇതെന്തൊരു ന്യായമാണ് എന്നുള്ള ചിന്ത സ്വാഭാവികമായും ഈ വേദഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വളരെ സങ്കീർണമായൊരു ഭാഗമാണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇങ്ങനൊരു നിയമം കൊടുത്തു എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ കുറച്ചു മുമ്പേ ഞാൻ പരാമർശിച്ചതായ കായേൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരട്ടെ. കായേൻ ഹാബേലിനെ കൊല്ലുന്നു. അതിനുശേഷമായിട്ടോ കായേൻ ദൈവസന്നിധിയിൽ ദൈവം അവനോട് പറയുന്നു, നീ പോവുക, നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ കായേനൊരു മുദ്രയും വെച്ച് കായേനെ വിടുകയാണ്. ഇതിന് ശേഷമായിട്ടോ കായേൻ്റെ മകൻ്റെ കാലം എന്ന് പറയുന്ന നിലയ്ക്ക് വരും. കൊച്ചുമകൻ ലാമേക്ക് എന്നാണ് അവൻ്റെ പേര്. ഈ ലാമേക്കിൻ്റെ കാലഘട്ടം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആത്മീയ നിലവാരത്തിലല്ല, ഒരു പ്രത്യേക സംവിധാനം ഭൂമിയിൽ ആവിഷ്കരിച്ചതിൻ്റെ ആളെന്ന നിലയിൽ ഇദ്ദേഹത്തെ മറക്കരുത്. കാരണം ലാമേക്കിന് ആണ് ഭൂമിയിൽ ബഹുഭാര്യത്വം എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത്. 2 സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുന്ന സംവിധാനം ഭൂമിയിൽ ആരംഭിച്ച മനുഷ്യൻ ഈ ലാമേക്കാണ്, കായേൻ്റെ കൊച്ചുമകനാണ്. ഈ ലാമേക്കിൻ്റെ ഒരു പാട്ടുപോലെ ലാമേക്ക് പാടുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ലാമേക്ക് എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ
ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഒരുത്തൻ്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ ഓർക്കണം. ആദ്യ മനുഷ്യൻ ആദം ഹവ്വ കുടുംബം, അവിടുത്തെ ആദ്യജാതൻ കായേൻ കൊലപാതകനായി. അവൻ്റെ സന്തതി പരമ്പരയിലെ അവൻ്റെ മകൻ്റെ കാലമായപ്പോൾ ബഹുഭാര്യത്വം ഭൂമിയിൽ കയറി. ആ ബഹുഭാര്യത്വം കൊണ്ടുവന്നവൻ പറയുകയാണ്, പാട്ടുപോലെ അവൻ പാടുകയാണ് ഭാര്യമാരുടെ മുമ്പിൽ. ആദയും സില്ലയുമായുള്ളവരെ എന്ന് പറഞ്ഞാണ് അവരുടെ രണ്ട് ഭാര്യമാരുടെയും പേര് വിളിച്ച് രണ്ടുപേരെയും കൂടെ മുമ്പിൽ പാട്ടുപോലെ ഈ മനുഷ്യൻ പറയുകയാണ്. പറയുന്നത് എന്താണ്? എൻ്റെ പരിക്കിന് പകരം, എൻ്റെ മുറിവിന് പകരം ഒരു യുവാവിനെയും, എൻ്റെ പരിക്കിന് പകരം എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും, എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഒന്ന് പുരുഷനാണ്, ഒന്ന് യുവാവാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ. പരിക്ക് അതുപോലെ തന്നെ മുറിവ്, രണ്ടും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ തീരുമാനമെന്ന് പറയുന്നത്, എൻ്റെ ദേഹത്തിൽ പരിക്കുണ്ടാക്കിയ, എൻ്റെ ദേഹത്തിൽ മുറിവുണ്ടാക്കിയ ഇതിന് പകരം ഞാൻ ഒരുത്തനെ കൊല്ലും. ഒരു പുരുഷനെ ഞാൻ കൊല്ലും, ഒരു യുവാവിനെ ഞാൻ കൊല്ലും എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കണം, നാം ഈ വായിച്ചതായ വേദഭാഗത്തേക്കാൾ കഠിനമാണ് ഈ മനുഷ്യൻ്റെ നിലപാട്. ഈ വായിച്ച വേദഭാഗങ്ങളിലെങ്ങും ഒരു മുറിവിന് പകരം ഒരുത്തനെ കൊന്നോളാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓർക്കണം, മോശയുടെ നിയമം കഠിനമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അതിനേക്കാൾ കഠിനമായ നിലവാരത്തിലേക്ക് മനുഷ്യൻ എത്തിയിരുന്നു എന്നുള്ളത് അതിന് മുമ്പ് തന്നെ എത്തിയിരുന്നു. നിങ്ങൾ ഓർക്കണം, ലാമേക്ക് പറയുന്നത്, എൻ്റെ മുറിവിന് പകരം, എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും, ഞാനൊരു പുരുഷനെ കൊല്ലും. അപ്പോൾ ശരീരത്തിലൊരു മുറിവുണ്ടായതിന് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കും എന്ന് പ്രഖ്യാപിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ എത്തി എന്നുള്ളതാണ്. എത്ര ശോചനീയമായ അവസ്ഥയാണെന്ന് ഓർക്കണം. അപ്പോൾ ദൈവം ഈ പ്രമാണം മോശയ്ക്ക് കൊടുക്കുമ്പോൾ, മോശ മുഖേന ഈ പ്രമാണം കൊടുക്കുമ്പോൾ പ്രധാനമായും രണ്ട് ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഒന്ന്, കുറ്റകൃത്യങ്ങളെ തടയുക എന്നുള്ളതാണ് ഒന്ന്. അതായത് കഠിനമായ ശിക്ഷാ സംവിധാനം ഉള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ തുലവും കുറവാണ്. അങ്ങനെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ, മുസ്ലിം കൺട്രികളിലൊക്കെ, മുസ്ലിം ഭരണകൂടങ്ങളിലൊക്കെ ഭയങ്കരമായ ശിക്ഷ കൊടുക്കുന്നത് കൊണ്ട് പല ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ള കുറ്റകൃത്യങ്ങളെക്കാൾ വളരെ കുറവാണ് കഠിനമായ ശിക്ഷ ഇവിടെ ഈ സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് കൊണ്ട്. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ശിക്ഷാരീതി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ലളിതമാണ് എന്നുള്ളതാണ് നാം കാണുന്നത്. കാരണം ഒരു മനുഷ്യന് ജീവപര്യന്തം പറഞ്ഞാൽ പോലും അവൻ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നില്ല. കുറച്ച് വർഷങ്ങൾ കിടക്കുന്നു. അതിനുശേഷം അവനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും നിലയിലുള്ള ബന്ധമുള്ളൊരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ ആനുകൂല്യത്തോടുകൂടി അവൻ ജയിലിൽ നിന്ന് മോചിതനാകും. അല്ലെങ്കിൽ തന്നെ ദീർഘകാലങ്ങൾ ജയിലിൽ കിടക്കേണ്ടതായ സ്ഥിതി ഉണ്ടാകുന്നില്ല. ഇനിയും സ്വാധീനം, സാമ്പത്തിക നിലപാട്, രാഷ്ട്രീയ സ്ഥാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ജയിലിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് എ ക്ലാസ് തടവും മറ്റു സൗകര്യങ്ങളും ജയിലിൽ ലഭിക്കുന്നു. എന്നാൽ ആ കാര്യത്തിൽ അമേരിക്ക വളരെ മികച്ച നിയമ സംവിധാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും, രാഷ്ട്രീയ രംഗത്ത് വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ഇറങ്ങുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CEO നിലയിലുള്ളതായ വലിയ എക്സിക്യൂട്ടീവ് ലെവലിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും ജയിൽ ടൈമിന് അവൻ അതുകൊണ്ടൊന്നും ഒഴിവ് ലഭിക്കുന്നില്ല. ജയിലിൽ 50 വർഷം, 60 വർഷം, അതിനേക്കാൾ കൂടിയ വർഷങ്ങളൊക്കെ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ ജയിലിൽ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ. ചില വധശിക്ഷയുള്ളതായ സംസ്ഥാനങ്ങളിൽ അത് ലഭിക്കുന്നു. എന്നാൽ അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കത്തക്കവണ്ണമുള്ളതായ ദീർഘകാല സംവിധാനമാണ് അമേരിക്ക കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും കുറ്റകൃത്യങ്ങൾ കുറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ താരതമ്യേന കഠിനമായ നിയമ സംവിധാനം ഉണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ ലാമേക്കിനെ പോലുള്ളവരുടെ ചിന്താഗതി ഇതാണെങ്കിൽ ഇതാണ് വളർന്നു വരുന്നത്. എനിക്കൊരു മുറിവ് പറ്റി, എൻ്റെ ദേഹത്ത് ഒരുവൻ മുറിവ് ഏൽപ്പിച്ചു, അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്ന പോലുള്ള ആളുകളാണ് എണ്ണം കൂടി വരുമ്പോൾ ഒരു നിയമ സംവിധാനം ഉണ്ടായേ മതിയാകും. അപ്പോൾ കഠിനമായ ഒരു നിയമം അവിടെ കൊണ്ടുവരികയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ നിന്റെ പല്ല് ആരെങ്കിലും അടിച്ച് താഴെ ഇട്ടാൽ, അല്ലെങ്കിൽ നിന്റെ കണ്ണ്
ആരെങ്കിലും ഉപദ്രവിച്ച് നിനക്ക് കേടുപറ്റിയാൽ നിന്നെ ഉപദ്രവിച്ചവനും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുവാനുള്ള അനുവാദം. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് എനിക്കിത് തിരിച്ചു കിട്ടും എന്നുള്ള ഭയം ഉള്ളവർ മറ്റൊരുത്തനെ ഉപദ്രവിക്കാൻ പോവുകയില്ല, കുറഞ്ഞ പക്ഷം. കാരണം ഞാൻ ഒരുത്തൻ്റെ കൈ ഒടിച്ചാൽ എൻ്റെ കൈ ഒടിക്കും, ഒരുത്തൻ്റെ കാല് മുറിച്ചാൽ എൻ്റെ കാല് മുറിക്കും, ഒരുത്തൻ്റെ കണ്ണ് ഞാൻ ചുഴുന്നെടുത്താൽ എൻ്റെ കണ്ണ് പോക്കാണ് എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ മടിക്കും എന്നുള്ളത് രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കും. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ നിയമം കൊണ്ടുവന്നത്. രണ്ടാമതായിട്ട് അതിര് കടന്ന പ്രതികാരം ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണിത്. അതിനാണ് ഞാൻ ലാമേക്കിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞത്. അവൻ്റെ ശരീരത്തിലൊരു മുറിവ് എന്നേക്ക് മുറിവ് ഏൽപ്പിച്ചാൽ ഞാനൊരു പുരുഷനെ കൊല്ലും, എനിക്ക് പരിക്കുണ്ടാക്കിയാൽ ഞാനൊരു യുവാവിനെ കൊല്ലും എന്ന് പറയുന്ന നിലവാരത്തിൽ അവൻ എത്തി നിൽക്കുമ്പോൾ അതിര് കടന്ന ശിക്ഷയാണത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവേ ഉള്ളൂ, പക്ഷെ അവൻ ചെയ്യാൻ പോകുന്നത് ഒരുത്തന്നെ ജീവൻ എടുക്കുന്നതാണ്. അപ്പോൾ അതിര് കടന്ന ശിക്ഷ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചാണ് ഈ നിയമ സംവിധാനം പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ ഈ നിയമ സംവിധാനം ദൈവം കൊടുക്കുമ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരുത്തന് നേരിട്ട് നടപ്പിലാക്കാനുള്ള അനുവാദമൊന്നും ദൈവം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അല്പം വിശദീകരിക്കാം. അതായത് പഴയ നിയമത്തിൻ്റെ പ്രമാണം അനുസരിച്ചുള്ള സംവിധാനത്തിൽ ഒരുവൻ എന്നെ മുറിവേൽപ്പിക്കുന്നു, ഉടനെ തന്നെ ഞാൻ അന്നേരമോ അല്ലെങ്കിൽ പിന്നീടോ ഞാൻ എന്നെ മുറിവേൽപ്പിച്ചവനെ മുറിവേൽപ്പിക്കാൻ എനിക്ക് അനുവാദം ഇല്ല. ഒരുത്തരൻ്റെ കണ്ണ് ഇനി കേടുവരുത്തുന്നു, സാവകാശം നോക്കി എൻ്റെ കണ്ണിന് കേടുവരുത്തിയവനെ അതുപോലെ തന്നെ തിരിച്ചടിച്ച് അവൻ്റെ കണ്ണ് കേടുവരുത്തുവാൻ എനിക്ക് അനുവാദമില്ല. ഒരുത്തരൻ്റെ കാലിന് ഉപദ്രവമുണ്ടാക്കുന്നു, അപരൻ്റെ കാലിന് തക്ക സമയത്ത് തിരിച്ചടി കൊടുക്കുവാൻ എനിക്ക് അനുവാദമില്ല. ഒരുത്തരൻ്റെ പല്ലിന് കേടുവരുത്തുന്നു, മറ്റൊരുത്തൻ്റെ പല്ല് അടിച്ചിടുവാൻ എനിക്ക് അനുവാദമില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ഈ കാര്യം ഇവിടെ പറയുമ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന പകരത്തിന് പകരം എന്നുള്ള നിലയിൽ ഇവിടെ പറയുമ്പോൾ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാൻ അനുവാദമൊന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിട്ടില്ല. പിന്നെ ആരാ കൊടുക്കുന്നത്? മോശയുടെ ന്യായപ്രമാണത്തിൽ ന്യായാധിപൻ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നീതി നിർവഹണത്തിന് വേണ്ടിയുള്ളതായ ആളുകളുണ്ട്. അവൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം പോവുകയാണ്. ഒരുത്തൻ എന്നെ ഉപദ്രവിച്ചു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ പരാതി ന്യായാധിപ സഭയുടെ മുമ്പിലേക്ക് വരികയാണ്. ന്യായാധിപ സഭയുടെ മുമ്പിലേക്ക് ആ പരാതി വരുമ്പോൾ പ്രതിയെ സ്ഥാനത്ത് നിൽക്കുന്നവനെ അവിടെ കൊണ്ടുവരുന്നു, സാക്ഷികളെയും കൊണ്ടുവരുന്നു. അതായത് ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണ്, ഇന്നയാൾ ഇന്നത് ചെയ്തതാണ് എന്ന് പറയുന്ന നിലയിൽ സാക്ഷികളെയും അവിടെ കൊണ്ടുവരുന്നു. ആ സാക്ഷികളുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സാക്ഷികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായാധിപൻ വിധിക്കുന്നു, ഇവൻ്റെ കണ്ണിന് കേടുവരുത്തുവാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ന്യായാധിപ സഭയുടെ മുമ്പിൽ എത്തി, ഒരു കോടതിയുടെ മുമ്പിൽ എത്തി, ആ കോടതിയുടെ മുമ്പിൽ വിഷയം പ്രസന്റ് ചെയ്തതിന് ശേഷം ആണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. അല്ലാതെ ചാടിക്കേറി ഒരുത്തനെ അടിച്ച ഉടനെ തിരിച്ചടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരുത്തനെ അടി കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ അവൻ ചെന്ന് കൂട്ടുകാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിച്ച് അടിച്ചവനെ തിരിച്ചടിക്കുന്ന പരിപാടി, ഇതൊന്നുമല്ല ഈ പഴയ നിയമത്തിലെ ഈ പ്രമാണം എന്ന് പറയുന്നത്. അതിന് വളരെ സുതാര്യമായ നിലയിൽ അതിന് ക്രമീകൃതമായ രീതിയിൽ അത് നടപ്പിലാക്കുവാനുള്ളതായ സംവിധാനം ദൈവം കൊടുത്തിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുമ്പോൾ പോലും സദൃശവാക്യത്തിൽ ഇപ്രകാരം നമുക്കൊരു വാക്യം കാണുവാൻ കഴിയും: അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ പകരം ചെയ്യും എന്ന് പറയരുത്. സദൃശവാക്യം 24-29 വാക്യമാണ്. അപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം കിടക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ ഒന്നായ സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്. അപ്പോൾ വേറൊരു കാഴ്ചപ്പാടിലേക്കാണ് സദൃശവാക്യത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
നാം ഈ ചിന്തിക്കുന്ന ഈ വേദഭാഗം, ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നു, അതിനുശേഷമായിട്ട് ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ട തടിക്കുന്നവനും മറ്റേത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഈ പറയുന്ന ഈ ഭാഗത്ത് 4 വ്യത്യസ്തങ്ങളായ നിലയിൽ നമുക്ക് ഈ വേദഭാഗത്തെ കാണുവാൻ കഴിയും. ഇതിന് തുടർന്നുള്ള വേദഭാഗങ്ങൾ, അതായത് പ്രതികാര ചിന്ത ഒഴിവാക്കുവാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യ സഹജമായിട്ട് കർത്താവ് ഇവിടെ പറയുന്നത് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇത് മനുഷ്യ സഹജമാണ് പ്രതികാരം ചെയ്യാനുള്ളതായ വാഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതികാരം ചെയ്യാനുള്ള വാഞ്ച എന്ന് പറയുന്നത് ഉള്ള മനുഷ്യനോടാണ് പറയുന്നത്, എങ്ങനെ അതിൽ നിന്നും ഒഴിയാൻ കഴിയും എന്നുള്ളതാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ ആരംഭത്തിൽ പറയാൻ കാരണം, ഈ ഭാഗം കർത്താവ് പറയുമ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ട തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്നുള്ള നിലയിൽ പറഞ്ഞു തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ അവനെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ നിന്ന് അടി കൊണ്ടോണം, തിരിച്ച് യാതൊന്നും ചെയ്യരുത്. അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഉപദ്രവം സഹിച്ചോണം. അവനെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ പീഡനം സഹിച്ചോണം. ഒന്നും പറയാതെ നിന്നങ്ങ് സഹിച്ചോ എന്നുള്ള നിലയിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം വേദശാസ്ത്രികൾ ഈ ഭാഗത്തെക്കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെ പറയുവാൻ, അതായത് ഇവിടെ നിന്ന് ഒന്നും പ്രതികരിക്കാതെ ദൈവ പൈതൽ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവൻ എന്നാ മറ്റുള്ളവരുടെ ചവിട്ടുമെത്തയായിട്ട് കിടക്കുകയാണോ? കാരണം ആളുകൾക്കെല്ലാം ചവിട്ടി തുടയ്ക്കുവാൻ, എല്ലാവർക്കും ചവിട്ടി മെതിക്കത്തക്കവണ്ണം ആണോ ഒരു ക്രിസ്ത്യാനി സമൂഹത്തിലായിരിക്കേണ്ടത് എന്നുള്ളതായ ചോദ്യം ഉയരുകയാണ്. ഞാൻ ആ ഭാഗം തുടർന്നുള്ളതായ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വിശദമാക്കി തരാം. ഇവിടെ കർത്താവ് പറയുമ്പോൾ അതിൻ്റെ ഈ 4 ഭാഗങ്ങളായിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, അതായത് എങ്ങനെ ഈ പ്രതികാര ചിന്തയിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ് നല്ലൊരു മാതൃക. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ, കർത്താവായ യേശു ക്രിസ്തു തന്നെ വ്യത്യസ്തങ്ങളായ നിലകളിൽ ഉപദ്രവിച്ചപ്പോൾ തൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഒരിക്കൽ പോലും കർത്താവ് പ്രതികാരം ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചതിന് പ്രതികാരമായി കർത്താവ് ഒന്നും പറഞ്ഞിട്ടുമില്ല, വ്യക്തിപരമായി. എന്നാൽ അതേസമയം ആലയത്തിലേക്ക് ചെന്നപ്പോൾ ആലയത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെല്ലാം കൂടെ കണ്ടു. ആലയത്തിലെ വലിയ കോലാഹലം കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ചാട്ടവാറെടുത്ത് ശുദ്ധീകരണത്തിന് വേണ്ടി, ഇതെൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നുള്ളതായ നിലയിൽ കർത്താവ് പറയുന്നു. ഇത് കർത്താവ് പറയുന്നു എന്നുള്ളത് ശരിയാണ്. അത് ആലയത്തോടുള്ള ബന്ധത്തിലാണ്, തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിലാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ വിസ്താരവേളയിലേക്ക് നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തല്ലുന്നു, തുപ്പുന്നു, അവൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുക്കുന്നു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കുന്നു, വ്യത്യസ്തങ്ങളായ നിലയിലൊക്കെ പീഡിപ്പിക്കുമ്പോൾ കർത്താവ് യാതൊന്നും അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞില്ല. എന്തിന്? ക്രൂശീകരണ വേളയിൽ പോലും കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള നിലയിലാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ ഉപദ്രവിച്ചിട്ടും പകരം ഉപദ്രവിക്കാതെയും, പീഡിപ്പിച്ചിട്ടും പകരം പീഡിപ്പിക്കാതെയും എല്ലാം നന്നായി ചെയ്യുന്ന പിതാവിങ്കലേക്ക് ഏൽപ്പിക്കുക എത്ര ചെയ്തതെന്ന് പത്രോസ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ മനോഭാവത്തെക്കുറിച്ച് പത്രോസ് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ പ്രതികാര ചിന്തയിൽ നിന്നും പ്രതികാരത്തിൻ്റെതായ മനോഭാവത്തിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്ന 4 കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഡിഗ്നിറ്റി അഥവാ മാന്യത അല്ലെങ്കിൽ അന്തസ്സ് എന്നുള്ളത്, 2-ാമത് സെക്യൂരിറ്റി സുരക്ഷിതത്വം എന്നുള്ളതും, 3-ാമത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്നുള്ളതും, 4-ാമത് പ്രോപ്പർട്ടി അഥവാ വസ്തുവകകൾ എന്നുള്ളതാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കിടാം. ഈ ഭാഗത്ത് നാം പ്രതികാരം ചെയ്യാതെ പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന മനോഭാവം എന്നുള്ളതാണ്. അതാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവം അതാണ്. ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ എന്നുള്ള ആ നിലയിൽ വിട്ടുകൊടുക്കുക. മനോഹരമായ ഒരു ജീവിത ശൈലിയാണത്.
ഞാൻ നിങ്ങളെ ആ വിഷയത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതശൈലി മാറട്ടെ. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃക പിൻപറ്റുവാനായിട്ട് നമുക്കിടയാകുമാറാകട്ടെ. നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നാം അതിനെ ക്രിസ്തീയമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ അതിനോട് പ്രതികരിപ്പാൻ നമുക്കിടയാകണം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.